വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബോഡിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കുന്നത് നല്ലതാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ സെക്സിനോട് ഇൻട്രസ്റ്റ് കുറയുകയും ഇതുപോലുള്ള ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി വില്ലിംഗ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സാധാരണ ചില ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് മൂഡൊക്കെ ഫ്രഷ് ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോർമലി പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ കോണ്ടാക്ട് വേണ്ട എന്നാണ് പൊതുവേ ഡോക്ടേഴ്സ് പറയാറ്. നിങ്ങളോട് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ നേരിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ദെൻ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ വേറെ ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ നിങ്ങൾ ബോഡിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് സോൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ടൂത്ത് പേസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതുപോലെ സോൾട്ടിന്റെ വീഡിയോ ചെയ്തപ്പോഴേക്കും ഒരുപാട് പേര് വേറെ ചോദിച്ചൊരു കാര്യമാണ് ഇതുപോലെ ടൂത്ത് പേസ്റ്റിനെ പറ്റിയും കൂടി ചെയ്യാനായിട്ട്. ഓൾറെഡി ഒരു തവണ ടൂത്ത് പേസ്റ്റ് വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതൊട്ടും ആക്യുറേറ്റ് അല്ല എന്നതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അത് എങ്ങനെയാണൊന്ന് വരുന്നതെന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ട്രസ്റ്റ് ചെയ്യുന്നതും ട്രസ്റ്റ് ചെയ്യാത്തതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ചാനലിൽ വന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്തതാണ് ഈ ഒരു വീഡിയോ. തുടക്കത്തിലേ പറയാം, നമ്മുടെ കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് 99.9% ആക്യുറേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തത് നമ്മൾ DIYs ഇങ്ങനെ വീട്ടിൽ ചെയ്യുന്നത് ഒട്ടും തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അതുകൊണ്ട് പ്രഗ്നൻസി ആണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് വീട്ടിൽ ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ടോ യൂറിൻ കൊടുത്തിട്ടോ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പോസിറ്റീവ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ നിങ്ങളെടുത്ത് കളക്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ നിങ്ങൾ എടുക്കുക. ട്രാൻസ്പെറന്റ് കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേക്കും അതിൽ എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ചില്ലി ഗ്ലാസ് ഇല്ലേ, അങ്ങനെയുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജാറ് ഒരു ഗ്ലാസ് നിങ്ങൾ എടുക്കുക. അതിലേക്ക് വൈറ്റ് കളറുള്ള പേസ്റ്റ് എടുക്കുക. വൈറ്റ് കളറിൽ, അതായത് നമ്മളിപ്പോൾ ചില കോൾഗേറ്റ്, ക്ലോസപ്പ് അങ്ങനെയുള്ള പേസ്റ്റിനൊക്കെ ചില റെഡ് ഷെയ്ഡ് മിക്സ് ആവാറുണ്ട്, ചിലപ്പോൾ റെഡും ബ്ലൂ ഒക്കെ മിക്സ് ആവാറുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ലാത്ത ഒരു വൈറ്റ് കളറിൽ മാത്രം വരുന്ന ഒരു പേസ്റ്റ് നിങ്ങൾ എടുക്കുക. അത് ഒരു പുതിയ പേസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. പഴയതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് നേരം തുറന്ന് അടച്ച് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ ട്യൂബ് പേസ്റ്റ് നിങ്ങൾ മേടിക്കുക. അതിനുശേഷം നിങ്ങൾ ആ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് സ്പൂണിൽ ഒരു ഇച്ചിരി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് വലിയൊരു കണക്കുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ പയ്യൊന്ന് ഞെക്കുമ്പോഴേക്കും പേസ്റ്റ് വരില്ലേ, ഒരു ഇച്ചിരി നമ്മുടെ ഇപ്പോൾ എന്താ പറയുക കുറച്ചൊരളവിൽ നിങ്ങൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. യൂറിൻ എപ്പോഴും കൂടുതലും പേസ്റ്റ് കുറവായിരിക്കണം. യൂറിൻ കൂടുതലായി കഴിഞ്ഞാൽ അത് കുറവായി കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ട് ആവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ യൂറിനും ഇത് പേസ്റ്റും തമ്മിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അതങ്ങനെ മിക്സ് ആവണം. അതുവരെ നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. അവിടെ ഒരു തരിയും കട്ടയില്ലാത്ത രീതിക്ക് ഫുള്ളായിട്ട് അത് മിക്സ് ആയി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ദെൻ ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് വരെ നിങ്ങളത് വെക്കുക. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ യൂറിനിൽ ഫോംസ്, അതായത് ഇങ്ങനെ പതഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഗൂഗിളിലും കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിങ്ങനെ പതഞ്ഞു വരുമോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറിനിലുള്ള നമ്മുടെ HCG ഹോർമോൺ, പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് ശരീരത്തിലെ HCG ഹോർമോൺ കൂടുമല്ലോ. ഈ HCG ഹോർമോണിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് പേസ്റ്റിലുള്ള കാൽസ്യം കാർബണേറ്റുമായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ CO2 ഗ്യാസ് ഫോം ചെയ്യുന്നു. ഇതാണ് ഈ ഒരു പത കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇതിനെ നമുക്ക് സയന്റിഫിക്കലി ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് നമ്മുടെ യൂറിനിൽ ഉണ്ടാവുന്ന ആസിഡ് ലെവലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു പേസ്റ്റിന്റെ ഒരു ഫോമിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലോ, കാൽസ്യം കാർബണേറ്റിലെ വ്യത്യാസം വന്നു കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതൊട്ടും തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായി പോകും. അതുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് ഏത് പേസ്റ്റ് എടുക്കണം അങ്ങനെയുള്ളൊരു ഗൈഡ് ലൈൻ ആരും ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ടൂത്ത് പേസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ യൂറിനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ എടുക്കുന്ന പേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ് കാണിച്ചു തരും.
നെഗറ്റീവായിട്ട് ചിലപ്പോൾ പോസിറ്റീവ് കാണിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുകയും ഇപ്പോൾ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഹസ്ബൻഡിന്റെ യൂറിൻ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യത്തെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇരിക്കാതിരിക്കുക. കാരണം പ്രഗ്നൻസി ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് കിട്ടിയിട്ട് നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും നെഗറ്റീവ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനില്ലാത്തത് കൊണ്ട് നമുക്കിത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കമന്റ്സിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടിനും കൂടി ഒരു ഉത്തരം പറയാം കേട്ടോ. അതായത് നമ്മൾ യൂറിൻ കളക്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും സാധാരണ നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള DIYs നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും യൂറിൻ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കാർഡ് മേടിക്കാനായിട്ട് ടൈം വൈകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ മോർണിംഗിൽ യൂറിൻ എടുത്ത് കളക്ട് ചെയ്തു, പക്ഷെ അത് ടെസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഇല്ല, കിച്ചണിൽ കയറണം, കുട്ടികളെ പറഞ്ഞു വിടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം തീർത്ത് വന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മതിയാകുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ അങ്ങനെ ഒരു യൂറിൻ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും അതിലോട്ട് നമ്മുടെ ആ ഒരു നേച്ചറിൽ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ മിക്സ് ആകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള HCG ഹോർമോണിന്റെ അളവ് ആ യൂറിനിലോട്ട് വരുമ്പോഴേക്കും കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂറിൻ സാമ്പിൾ എപ്പോഴാണോ എടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ യൂറിൻ സാമ്പിൾ എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വരുമ്പോഴാണ് കാർഡ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു യൂറിൻ സാമ്പിൾ എടുക്കാതെ ഒരു ഏകദേശം ഒരു 4 മണിക്കൂറോളം റെക്കറന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്തിട്ടില്ലെന്നും അതുപോലെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടില്ലെന്നും ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ അതിന് ശേഷമുള്ള യൂറിൻ സാമ്പിൾ എടുക്കുക. എന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു 99% വരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം പീരീഡ്സ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു 15 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 99% വരെ നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ടൂത്ത് പേസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യം. നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ പറയില്ല. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇതിനെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇതിനൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.